ജനങ്ങൾ മുഴുവൻ വിഷമിച്ച സമയത്ത് ബലിപെരുന്നാൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ജൂലൈയിലെ കിറ്റ് ഒഴിവാക്കിയത് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ജൂൺ വരെ കിറ്റ് കൊടുത്ത മുഖ്യമന്ത്രി ജൂലൈയിൽ കിറ്റ് കൊടുത്തില്ല? ആ കിറ്റ് കൊടുക്കാതെയാണ് ഇപ്പോൾ മുഹറം ചന്ത ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പ്രകടമാണ് ഇതിൻ്റെ പിന്നിലുള്ള ആശയങ്ങൾ. അപ്പോൾ ഇവിടെ സസാർ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കിയില്ല. അതിനുവേണ്ടി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒന്നു ചേർത്ത് കൊടുത്ത നിവേദനത്തിന് ഒരു ഫലവും ഉണ്ടായില്ല. പക്ഷേ ഇതുപോലെ ഓണം ചന്തയുടെ കൂടെ മുഹറം എഴുതി ചേർത്താൽ മുസ്ലിങ്ങൾ മുഴുവൻ കൂടെ നിൽക്കും എന്നുള്ളൊരു മിഥ്യാധാരണ. ഇതാണ് ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതേതര ജനാധിപത്യ ചിന്താഗതിക്കാരും ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്, ചിന്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയം നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കോവിഡിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന 5-6 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി. മുഹറം 1 പുതുവത്സരം. ഏതെങ്കിലും ഒരു പുതുവത്സരം നമ്മൾ ആഘോഷിക്കാറുണ്ട്? ജനുവരി പുതുവത്സരമാണ്, നമ്മൾ ആഘോഷിക്കാറുണ്ടോ? ന്യൂ ഇയർ എന്ന് നമ്മൾ പറയാറുണ്ട്, അതിന് ചന്ത തുടങ്ങാറുണ്ടോ? അത് മേള നടത്താറുണ്ടോ? ഇത് ഓണം ഒരു അല്ല, അവരെ ധാരണ അതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മുഹറം മേളയായി ചന്തയായി ആഘോഷിക്കാനുള്ളതല്ല മുഹറം. മുഹറം അത് മാത്രമല്ല, മുഹറം ഒരു പുതിയ കൊല്ലത്തിൻ്റെ ആരംഭമാണെങ്കിൽ ഈ കൊല്ലം മാത്രമല്ല മുഹറം ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് മുഹറം മാസം ഉണ്ടായിട്ടുണ്ട്. മുഹറം ചന്ത ബഹിഷ്കരിക്കോ ചന്തയിൽ ആൾ പോകുമോ എന്നതല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ നടപടികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗവൺമെൻറ് മുഹറം മേളയും ചന്തയും ഉണ്ടാക്കി ഓണത്തെ പോലെ ഒരു ആഘോഷമാണ് മുഹറം എന്നതിൽ പോകരുത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറത്തിൻ്റെ ഓർമ്മകൾ അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഒരു ദുരന്തമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അത്. പ്രവാചകൻ്റെ പൗത്രനും കുടുംബവും ക്രൂരമായി കൊല്ലപ്പെട്ട ദിവസങ്ങളാണ്. അന്ന് വൃദ്ധശുദ്ധിയോടുകൂടി പ്രാർത്ഥനാ നിർഭരമായി ഇരിക്കാനാണ് മതം ആവശ്യപ്പെടുന്നത്. അതിലാണ് മുസ്ലിങ്ങളുള്ളത്. അത് എവിടെയും ആഘോഷിക്കാറില്ല. കുറേ കാലങ്ങളായി ശമ്പളമില്ലാത്ത അവസ്ഥ, അവർക്ക് വലിയ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് ലീഗ് നേതൃത്വത്തിന് നല്ലൊരു കത്ത് കഴിഞ്ഞ ദിവസം പുറത്തുണ്ട്. അതങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തായിരുന്നു നടപടി കാര്യങ്ങൾ? അത് ഓണവും പിന്നെ മുഹറവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല. അല്ല, പെരുന്നാള് ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാം, അതിന് മറുപടിയും പറയാം. കേരളത്തിൽ ഈ കോവിഡ് ബാധിച്ചതിന് ശേഷം മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏത് മാധ്യമ സ്ഥാപനം മര്യാദക്ക് പോയിട്ടുള്ളത്? എത്ര ശതമാനം സാലറി കട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇപ്പോഴും സാലറി കട്ട് നിലവിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലും കോഴിക്കോട്ടും ഇല്ലേ? നിശ്ചയിക്കാൻ പറ്റുമോ? 50% ശമ്പളം കൊടുക്കുന്നവർ, 30% ഇപ്പോഴും ശമ്പളം വാങ്ങുന്നവർ ഇവിടെ ഉണ്ട്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും പ്രതിസന്ധിയുണ്ട്. പരസ്യം കിട്ടാത്തത് കൊണ്ട് ലാഭത്തിൽ നഷ്ടം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി ആകുമ്പോൾ അതിൻ്റെ ലാഭനഷ്ട കണക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. അതിനനുസരിച്ച് അതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ശമ്പളം കൊടുക്കുന്നത് 2-3 മാസം നീളേണ്ടി വരും. അതൊക്കെ ശരിയാണ്. എല്ലാ ഈ കമ്പനികളിലും അത് ഉണ്ടാകാറുണ്ട്. നിങ്ങളെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് മനസ്സിലാക്കാം, നിങ്ങളുടെ സഹപ്രവർത്തകരാണ്, അതുകൊണ്ട് നിങ്ങൾക്കതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നഷ്ടത്തിനനുസരിച്ച് ചില വിട്ടുവീഴ്ചകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വരും, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വരും. അവരുമായി കരാറുകൾ ഒപ്പിട്ടിരുന്നു. ഞങ്ങൾ 50% സാലറി കൊടുത്തിരുന്നു കുറച്ചു കാലം. അത് കഴിഞ്ഞ് 100% ഞങ്ങൾ കൊടുക്കൽ തുടങ്ങി. 100% ചന്ദ്രിക സാലറി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അതാണ്. പക്ഷെ പല
കോഴിക്കോട്ടെ തന്നെ പല സ്ഥാപനങ്ങളും ഇപ്പോഴും 50-ൽ നിൽക്കുന്നുണ്ട്. മജീദിയ കമ്മീഷൻ്റെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സാലറിയും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. കൊടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് താമസിച്ചിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. അത് കൊടുക്കാനുള്ള മാർഗ്ഗങ്ങൾ മുസ്ലിം ലീഗ് ആലോചിക്കും. അത് കൊടുക്കാൻ ഞങ്ങൾ പണം ഉണ്ടാക്കി ചന്ദ്രികയിലേക്ക് കൊടുക്കുമ്പോൾ അത് കള്ളപ്പണമാണെന്നാണ് ആരോപണം. ചന്ദ്രികയിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു തീർക്കണമെങ്കിൽ ചന്ദ്രയിലേക്ക് പണം കൊടുക്കണം. അത് മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോയി കൊടുക്കണം. അത് കൊണ്ടുപോയി എടുക്കുമ്പോൾ അത് കള്ളപ്പണമാണ് എന്നാ പറയുന്നത്. അവിടുത്തെ ജീവനക്കാർ നിരന്തരം അത് തൊഴിലാളികൾ തന്ന കത്തിലല്ലേ, അവർക്ക് ഏതാണെന്ന് അവർക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാനേജ്മെൻറ്റിനെല്ലാം അറിയാം എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായി. ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മുസ്ലിം രണ്ടു പേർ പറയുന്നുണ്ട്. ചന്ദ്രയിലേക്ക് പണം കൊണ്ടുവന്ന് ഇട്ടത് ശരിയായില്ല, അത് കള്ളപ്പണമാണ് എന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾക്ക് പണം തരുന്നില്ല എന്നും പറയും. അവിടെ പണം ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കും. ഓ ഓ എത്തിയിട്ടുണ്ട്. ആരാ പറയുന്നത് എത്തിയിട്ടില്ല? നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ചന്ദ്രകയിൽ. ഒരു മിനിറ്റ്, ആ കത്തല്ല നമ്മളെ ബേസിസ്. കത്ത് അവർ വാറോളം എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രയ്ക്ക് ഇപ്പം നിങ്ങളെ തന്നെ ഏറ്റവും വലിയ ED-യുടെ കേസ് എന്താ? അവിടെ പണം എത്തിയെന്നാണ്. അതാരാ പറഞ്ഞു പിരിച്ച പണമല്ലാന്ന്? ആരാ പറഞ്ഞ് പിരിച്ച പണമല്ല? നിങ്ങളാണോ കൊണ്ടുപോയിട്ട്? ജീവനക്കാരല്ലല്ലോ പണം പിരിച്ചത്, ജീവനക്കാരല്ലല്ലോ ചന്ദ്രയിൽ പണം ഇടുന്നത്. ആ ഞാൻ പറയട്ടെ, മൊയ്നലി തങ്ങളെ അവിടുത്തെ ഈ സാമ്പത്തിക ബാധ്യത നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് 16 കോടിയോ 17 കോടിയോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുത്തുകൊണ്ടുപോയി എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ചന്ദ്രികയിലേക്ക് പണം ഇട്ടു എന്നാണ് വാദം. ചന്ദ്രയിലേക്ക് പണം ഇട്ട് തന്നെയാണ് പാർട്ടി പിരിക്കുന്ന പണം ചന്ദ്രികയിൽ നിക്ഷേപിക്കൽ തന്നെയാണ് പതിവ്. സബ്സ്ക്രിപ്ഷനായിട്ട് 2100 രൂപ പിന്നെ ഒരു വർഷത്തെ പരിസംഖ്യ ഓരോ മുസ്ലിം ലീഗിൻ്റെ മെമ്പറും കൊടുക്കണമെന്ന നിയമമുണ്ട്. അതനുസരിച്ച് വാർഡുകളിൽ പിരിച്ച് പഞ്ചായത്തുകളിൽ കൊണ്ടുപോയി പഞ്ചായത്തുകളിൽ മണ്ഡലത്തിലേക്ക് വന്ന് ജില്ലയിലേക്ക് വന്ന് സംസ്ഥാന കമ്മിറ്റി കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഈ പണം. പണം കൊടുത്താൽ അത് കള്ളപ്പണം, പണം കൊടുത്തില്ലെങ്കിലോ? ചന്ദ്രികയിലേക്ക് പണം മുസ്ലിം ലീഗ് ഇട്ടത് മുഴുവൻ മുസ്ലിം ലീഗ് കളക്ട് ചെയ്ത പണമാണ്. ആ പണം ചന്ദ്രികയിൽ ഇട്ട് പരമാവധി അതിൽ നിന്ന് ഇവരെ ശമ്പളം ഇല്ലാതെ എന്താ കൊടുക്കുന്നത്? അതിൽ പൈസ ആരെങ്കിലും ലീഗ് എടുത്തുകൊണ്ടോയോ? ലീഗിൻ്റെ ഏതെങ്കിലും നേതാവ് കൊണ്ടുപോയി എന്ന ആരോപണം ഉണ്ടോ? മൊയ്നലിയെ അവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ നിയമിച്ചത് ഒരു മാസം കൊണ്ട് അവിടുത്തെ ഈ തൊഴിലാളികളുടെ ബാധ്യത തീർക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ്. മാർച്ച് മാസം 5-ാം തീയതിയാണ് ഈ കത്ത് കൊടുക്കുന്നത്. 2021 മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ കാലാവധിക്ക് ഈ ബാധ്യതകൾ തീർക്കാൻ മാനേജ്മെൻറ്റുമായും ഫൈനാൻസ് ഡയറക്ടറുമായും ആലോചിച്ച് ചെയ്യണമെന്നതാണ്. ബഹുമാനപ്പെട്ട KT ജലീൽ ആ കത്ത് വരച്ച് പിടിച്ചില്ലേ? നിങ്ങളെടുത്തൊക്കെ ഇല്ലേ? വളരെ ആ കത്ത് പരസ്യപ്പെടുത്തിയുള്ളത് വ്യക്തമായി എല്ലാവർക്കും വളരെ ക്ലിയറാണ്. ആ ബാധ്യത തീർക്കാൻ വേണ്ടി മൊയ്നലി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റായി. ആ ബാധ്യത തീർക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല. കത്ത് പറഞ്ഞിട്ടില്ല. കത്തിൽ ഫൈനാൻസ് ഡയറക്ടറാണ് കാരണമെന്ന് പറഞ്ഞിട്ടില്ല. ജീവനക്കാർ തന്ന കത്ത് അടിസ്ഥാനമായി ഞാനെങ്ങനെ സംസാരിക്കും? ഇല്ല. അത് എല്ലാ സ്ഥാപനങ്ങളിലും ആ സ്ഥാപനങ്ങളുടെ മുഖ്യ ശത്രുക്കൾ അവിടുത്തെ ചില ജീവനക്കാരായിരിക്കും. അത് എല്ലാ സ്ഥാപനങ്ങൾക്കും, ചന്ദ്രിക മാത്രമല്ല. ചന്ദ്രികമായി ഏത് കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഏത് കമ്പനി ആയാലും ആനുകൂല്യങ്ങൾ ചോദിക്കുന്നത് കിട്ടാതിരുന്നാൽ അവിടുത്തെ തൊഴിലാളികളെ സ്ഥാപനത്തിന് ശത്രുക്കളാവും. അതിൽ സംശയമൊന്നുമില്ല. ആ ശത്രുക്കളുടെ കത്ത് വെച്ച് ഞാനെങ്ങനെ മറുപടി പറയാം? എനിക്ക് ചന്ദ്രികയുടെ ഈ സ്ഥിതി വെച്ചിട്ടേ മറുപടി പറയാൻ പറ്റൂ. അല്ല, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് കത്ത് തരുന്നത്. ഞങ്ങൾ അവർക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടില്ല.
കുറച്ച് മാസങ്ങളുടെ ശമ്പളം കൊടുക്കാനുണ്ട്, പിരിഞ്ഞുപോയ കുറച്ച് ആളുകളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ട്. ചന്ദ്രികയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് കൊടുക്കാതെ കഴിയാതിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മകനെ തന്നെ ആ ബാധ്യത തീർക്കാനുള്ള ചുമതല തങ്ങൾ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് പോലും 4-5 മാസമായിട്ട് അത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അല്ലല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ അദ്ദേഹം പറഞ്ഞത് 40 വർഷമായി മുസ്ലിം ലീഗിന്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്നാണ്. സത്യമാണ്. എന്താ സംശയം? ആ അങ്ങനെ ചർച്ചയെ വന്നിട്ടില്ല. മുസ്ലിം ലീഗിന്റെ കാര്യം ചന്ദ്രികയുടെ കാര്യം ചർച്ച ചെയ്യാറ് ചന്ദ്രിക ഡയറക്ടർ ബോർഡാണ്. കഴിഞ്ഞ മാസം ചന്ദ്രിക ഡയറക്ടർ ബോർഡ് ചേർന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഫൈനാൻസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഇടയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പൂർത്തിയാക്കുന്ന മുറക്ക് ഇല്ല. അങ്ങനെ ഒരു ചർച്ചയെ മുസ്ലിം ലീഗിലോ ചന്ദ്രിക ഡയറക്ടർ ബോർഡിലോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, തങ്ങൾ കൊടുത്ത കത്തിൽ നിങ്ങൾക്ക് വായിക്കാറിയെങ്കിൽ വായിക്കാം. സമീറുമായും മാനേജ്മെന്റുമായും ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമീറിനെ മാറ്റാനുള്ള ശ്രമവും സമീർ കൊള്ളാത്തവനാണെങ്കിൽ സമീറുമായി ചർച്ച ചെയ്യാനായി പറയോ? തങ്ങൾ പറയോ? തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവ്, ഞങ്ങളുടെ വന്ധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് കൊടുത്ത കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ സമീറുമായും മാനേജ്മെന്റുമായും ചർച്ച ചെയ്തിട്ട് ഈ ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുക 1 മാസം കൊണ്ട് എന്ന് മാത്രമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആയിരിക്കാം, എനിക്കത് മനസ്സിലാകുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഫണ്ടാണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉന്നതാധികാര സമിതി എന്ന് നമ്മൾ പേര് വിളിക്കുന്നത് സത്യത്തിൽ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി ബോർഡാണ്. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി മുന്നണി തങ്ങളെ ഹൈദരലി തങ്ങൾ ചുമതലപ്പെടുത്തുന്നത് പാർട്ടിയുടെ അല്ലെങ്കിൽ ചന്ദ്രികയുടെ ഒഫീഷ്യൽ ബോഡിയുടെ തീരുമാനപ്രകാരമാണോ, അത് ചെയർമാൻ എന്ന നിലയിൽ മകനെന്ന നിലയിൽ മുന്നണിയെ ചുമതലപ്പെടുത്തിയതാണ്? കാരണം തങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് മകനെ ഏൽപ്പിച്ചതാണോ, അതല്ല വേറെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതിന് പകരം മകന് കൊടുത്തതാണോ? അങ്ങനെയല്ല. മുസ്ലിം ലീഗിന്റെയും ചന്ദ്രിക ഡയറക്ടർ ബോർഡിന്റെ ഒക്കെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം ആ കാര്യത്തിൽ താല്പര്യപൂർവ്വം ഇടപെട്ടതുകൊണ്ട് അത് തീർക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിനുള്ള അവസരം ബഹുമാനപ്പെട്ട തങ്ങൾ പാർട്ടിയുടെ അനുമതിയോട് കൂടി കൊടുത്തു തന്നെയാണ്. പറയുന്ന വാദം, ചന്ദ്രിക ജീവനക്കാർ പറയുന്ന വാദം, കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നിങ്ങളുടെ തന്നെ ചില ഭാരവാഹികൾ ഉന്നയിച്ചത് എല്ലാം സമാനമാണ്. അപ്പൊ ഇവരൊക്കെ ഒരേ കാര്യം പറയുന്നത് നിങ്ങൾ ഇപ്പോഴും നിഷേധിക്കുകയാണ്. അപ്പൊ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഉണ്ടോ? അങ്ങനെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. പാർട്ടിക്ക് വളരെ വ്യക്തമായ തീരുമാനമുണ്ട്. പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയണം. അതല്ല ബഹുമാനപ്പെട്ട തങ്ങൾ ചെയ്തത് എന്ന് തങ്ങൾ കുടുംബം അടക്കമുള്ള മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി ഐക്യകണ്ഠേന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ പറഞ്ഞതാണല്ലോ ചെയ്തത്. പറയുക എന്ന് ചെയ്താണല്ലോ ചെയ്തത്. അതൊക്കെ എന്നോ മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുന്നതല്ലേ. ചന്ദ്രികയുടെ ഡയറക്ടർ ബോർഡിൽ ചന്ദ്രികയുടെ ഫൈനാൻസ് കണ്ടീഷനൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. തൊഴിലാളികളുടെ നിവേദനം ചർച്ച ചെയ്യാറുണ്ട്. അതിന് പരിഹാരം എങ്ങനെ കാണുമെന്നതിന് ചർച്ച ചെയ്യാറുണ്ട്. ആ പരിഹാര നടപടികളുമായി ഡയറക്ടർ ബോർഡ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര 56 കൊല്ലത്തെ പഴക്കമുള്ള ചന്ദ്രികയിൽ 2-3 മാസത്തെ ശമ്പളം ബാക്കിയായതാണ് ഒരു പ്രശ്നം. അതിൽ കൂടുതൽ ശമ്പളം ബാക്കിയായ മാധ്യമ സ്ഥാപനങ്ങളില്ലേ കേരളത്തിൽ? പിന്നെ അതൊരു ചന്ദ്രികന്റെ മാത്രം ഇത്ര വലിയൊരു പ്രശ്നമെന്ന്. ഇത് കമ്പനീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഗുരുതരമായ ക്രമക്കേടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് അവർ കൂട്ടൂലേ, അല്ലെങ്കിൽ അവരെ ഇടപെടൂലേ?
ഇതുവരെ അത് ഉണ്ടായിട്ടില്ലല്ലോ. ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ചന്ദ്രയിൽ പുതിയൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഫിനാൻസ് ഡയറക്ടർ 1ാം ഡയറക്ടറായിട്ട്, പാണക്കാട് തങ്ങൾ 2ാം ഡയറക്ടറായിട്ട്. ഇത് ലീഗ് അറിഞ്ഞുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്? അത് ചന്ദ്രികയ്ക്ക് വേണ്ടിയുള്ളതല്ല, ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയല്ല. അത് അതിൻ്റെതായ കാരണങ്ങൾ പാർട്ടിക്കുണ്ട്. അതിൻ്റെതായ പാർട്ടി സംവിധാനം അനുസരിച്ച് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എങ്ങനെ ഹൈദരലിൽ തങ്ങളായിട്ട് ചർച്ച നടത്താതെ, അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ അംഗീകാരമില്ലാതെ ഒരു കാര്യവും പാർട്ടി നടക്കാറില്ല. ഈ മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞ വിഷയം ഇനി പാർട്ടിക്കകത്ത് ഏതൊക്കെ തരത്തിൽ ഡിസ്കസ് ചെയ്യാൻ അതോ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യില്ലേ? ആര് പറഞ്ഞാലും, ഇനിയിപ്പോ നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ പോലും അത് ചർച്ച ചെയ്യും. അതിന് സത്യമുണ്ടോ നോക്കും, കാര്യമുണ്ടോ നോക്കും, ശരിയുണ്ടോ നോക്കും. മുസ്ലിം ലീഗ് പരിശോധിക്കാറുണ്ടല്ലോ. ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെയാണോ 10 മണിക്കൂർ ചർച്ച ചെയ്യും, 2 ദിവസം ചർച്ച ചെയ്യും, 3 ദിവസം ഇരുന്ന് ചർച്ച ചെയ്യുന്ന പാർട്ടിയല്ലേ? എല്ലാ ചർച്ചകളും നടക്കും. അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും, കുറെ കൂട്ടി കിട്ടും, കുറെ ഒഴിവാക്കി കിട്ടും, ഒക്കെ കിട്ടും. കഴിഞ്ഞ യോഗത്തിൽ നിങ്ങൾ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വേണ്ടി വാദിച്ചത്. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ എതിർത്തു പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യവും പറയുന്നുണ്ട്. നേരിട്ട് ചോദിച്ച സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് കൊടുത്ത സുഹൃത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലെ, എന്നോടല്ലേ ചോദിക്കേണ്ടത്? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇതിലെ ഇങ്ങനെ മജീദ് സാഹിബ് തിരുത്തി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച് വന്ന വാർത്ത തെറ്റാണ്. അദ്ദേഹം യോഗത്തിൽ പൊട്ടിത്തെറിച്ചു എന്നാ പറഞ്ഞത്. അദ്ദേഹം പീസായി മാറി, ചിഹ്നിച്ചെറി എന്ന് പറഞ്ഞിട്ടില്ല, പൊട്ടിത്തെറിച്ചു എന്നാ പറഞ്ഞത്. അദ്ദേഹം ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ പൂർണ്ണനായി നിൽക്കുന്നു, പൊട്ടിത്തെറിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. താങ്കൾ പറഞ്ഞാൽ നിഷേധിക്കുന്നുണ്ടോ മാധ്യമങ്ങളിലെ വാർത്തകൾ? എന്താണ് സത്യം? ഞാൻ ഒരു കാര്യം നിങ്ങളോട് സത്യസന്ധമായി പറയാം. അന്ന് ഞങ്ങളുടെ ഭാരവാഹികളുടെയും MLA-മാരുടെയും യോഗം നടത്തിയപ്പോൾ കുറച്ച് വാർത്തകൾ പുറത്തു വന്ന് വിറ്റെന്ന്. അതിൽ കുറച്ച് സത്യങ്ങളുണ്ട്, ബാക്കി കൂടെ ഇതിൽ നിന്ന് ഒരു വാക്ക് പോലും ഇന്നലെ വന്നതിൽ സത്യത്തിന്റെ അംശമില്ല, ഒരു വാക്ക് പോലും ഇല്ല. കാരണം അതിൻ്റെ അകത്തുനിന്ന് ഒന്നും വന്നിട്ടില്ല. ഒന്നും കിട്ടാത്ത ജാല്യതയിൽ വീട്ടിൽ പോയിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചുണ്ടാക്കി നിങ്ങൾ എഴുതിയതാ. പക്ഷേ അതിൽ ഒരു വാക്ക് പോലും അതിൽ സത്യമില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. നടപടി അതിന് പ്രത്യേക കാരണങ്ങളില്ലേ. ഒന്ന്, അദ്ദേഹം ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ്. മറ്റൊന്ന്, ഹൈദരലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷ സാഹചര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മകനെ സംബന്ധിക്കുന്ന ഒരു നടപടിയെക്കുറിച്ച് അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്താൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഞങ്ങൾ പരിശോധിക്കണ്ടേ, ഞങ്ങൾ മുൻകൂട്ടി കാണണ്ടേ? അതാണ് പ്രശ്നം. അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് ഐക്യകണ്ഠേന പാണക്കാട് കുടുംബവും പറഞ്ഞു, അത് പാർട്ടി സ്വീകരിച്ചു. ആ തെറ്റിന് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് നിലപാട് വരും. ആ നിലപാട് പാർട്ടി സ്വീകരിക്കും. നിങ്ങളെ മനസ്സിലാക്കിയത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ സാദിഖ് അലി തങ്ങളെ ഏൽപ്പിച്ചത് ഇദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് പാണക്കാട് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും വന്നിരുന്നിട്ട് യോഗത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് മുമ്പ് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളെ അഭിപ്രായം ഇതാണ്, അദ്ദേഹം ചെയ്തത് തെറ്റാണ്, പാണക്കാട് കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെതിരാണ്. സാദിഖ് അലി തങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നല്ലോ ധർമ്മടം. വളരെ ക്ലിയറായി അദ്ദേഹം പറഞ്ഞു, പാണക്കാട് കുടുംബത്തിന്റെ സ്വഭാവം, പാരമ്പര്യം, കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യലാണ്. എന്നിട്ട് ഇപ്പോൾ കുടുംബത്തിലെ മുതിർന്ന ആളത് പറയലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഞങ്ങളെ പാരമ്പര്യത്തിനെതിരാണ്, തെറ്റാണ്, അതിന് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ആലോചിക്കാം എന്ന് പാർട്ടിയോട് പറഞ്ഞു. കൂടിയിരുന്ന് ആലോചിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തോടും അനുമാനത്തോടും കൂടി ബാക്കി കാര്യങ്ങൾ പ്രഖ്യാപിക്കും. ഇന്നലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായ മുനവർ അലി ശിഹാബ് തങ്ങൾ പുറത്തായിരുന്നു, അദ്ദേഹം ഇന്ന് എത്തിയിട്ടുണ്ട്. ഒത്തിരി ചർച്ചകളും പരിപാടികളൊക്കെ നടക്കും. പാണക്കാട് കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു നടപടിയും പാർട്ടി എടുക്കില്ല. ഇല്ല. ഈ മൊയ്ൻ അലി തങ്ങൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് പറഞ്ഞത് പാർട്ടിക്ക് തള്ളിക്കളയും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തന്റെ ബാപ്പ രോഗിയാവാൻ കാരണം ഈ അവസ്ഥയാണെന്ന് പറയുമ്പോൾ അതിലൊരു വേദനയും അതിലൊരു അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് പറയുന്നില്ല. അത് പരിശോധിക്കേണ്ടതായിട്ട് ഞങ്ങൾക്ക് പറയാം.
ഞങ്ങൾ ഇനി അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ രോഗം എന്താണ് എന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം. അത് പ്രകോപിതരാക്കി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു അടവാണ് എൻ്റെ പ്രകടനം. ഞങ്ങളത് പറയില്ല. അദ്ദേഹത്തിൻ്റെ രോഗം മാനസിക സമ്മർദ്ദമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു 100% കളവാണ്. അത് അദ്ദേഹത്തോട് ചോദിക്കണം. അത് അദ്ദേഹത്തോട് ഇപ്പോൾ മുനീർ അലിയെ ഞാൻ പറഞ്ഞ മുനീർ അലിയെ പാർട്ടി നടപടി സ്വീകരിച്ചാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ ലീഗേരല്ലോ അല്ലല്ലോ. മുനീർ അലിയെ തൊടാൻ പാടില്ല എന്ന് പ്രസ്താവന ഇറക്കിയത് മുസ്ലിം ലീഗുകാരല്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനല്ലേ. എന്താ അവകാശം? അപ്പൊ ഇത് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന് വേറെ എവിടെയെങ്കിലും പോകണോ? മുനീർ അലി തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അത് പത്രങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ തുടർ നടപടികൾ ഈ കാര്യങ്ങൾ മുനീർ അലി മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി നിരന്തരം ചർച്ച ചെയ്തതാണ് ചന്ദ്രികയുടെ സാമ്പത്തിക വിഷയങ്ങൾ. അത് ചന്ദ്രികയുടെ ഉള്ളിൽ കള്ളപ്പണം കൊണ്ടുവച്ചതല്ലേ അതിൽ മുഖ്യമായിട്ടുള്ളത്. അതന്നെ ഞങ്ങൾ ചർച്ച ചെയ്തത്. ചന്ദ്രികയിൽ കള്ളപ്പണം കൊണ്ടുവച്ചിട്ടില്ല. ED വന്ന് അന്വേഷണം നടത്തിയിട്ട് അത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രസ് റിലീസ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ EDയുടെ പ്രസ് റിലീസ്. പിന്നെ ഇത് വളരെ വ്യക്തമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം കാലഘട്ടം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. അതിലെ ഒരു സ്വാതന്ത്ര്യമാണ്. അതിൽ മുസ്ലിം ലീഗ് തിരിച്ചു വന്നു. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമൊന്നുമല്ല, പക്ഷെ പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ആദ്യ പടിയായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ നിഷേധത്തിന് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സച്ചാ സംരക്ഷണ സമിതി ഉണ്ടാക്കി തിരുവനന്തപുരത്ത് ധർണ നടത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. ഈ 15 സംഘടനകളുടെ നേതാക്കന്മാർ ഒരുമിച്ച് പോയി മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹത്തെ അത് കാണാൻ നിർബന്ധിതമാക്കുകയും ചെയ്ത സാഹചര്യം വരെ ഉണ്ടായി. വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ അന്നാണ് ഇത് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന മുഴുവൻ അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം ലീഗിൻ്റെ വളർച്ച തടയാൻ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതിന് പാർട്ടിക്കാരനല്ലാത്ത ഒരാളെ ഇതിലേക്ക് ചുമതലപ്പെടുത്തണം. എന്നാൽ പാർട്ടി പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന ഒരു മനുഷ്യനെ കിട്ടും വേണം. അങ്ങനെയാണ് ജലീലിനെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹമാണ് മുഈൻ അലിക്ക് വേണ്ടി വാദിച്ചത്. പാണക്കാട് കുടുംബത്തുനിന്ന് റെസീറ്റ് മുറിച്ചിട്ടല്ല ഞാൻ മന്ത്രിയായത്, എന്നെ മന്ത്രിയാക്കിയത് AKG സെന്ററിൽ നിന്നാണ് എന്ന് പറഞ്ഞ ജലീൽ സാഹിബിന് ഇപ്പൊ പാണക്കാട് കുടുംബത്തോട് എന്തൊരു മുഹബത്താ! ഓ ഇല്ലപ്പാ, തീരെ ഇല്ലപ്പാ. തങ്ങളെ കുറിച്ച് ഇത്ര മോശമായി പറഞ്ഞ് ജലീലാണപ്പാ. അല്ല, ഇവിടെ മുഈൻ അലി തങ്ങളോടും തങ്ങളെ കുറിച്ച് തന്നെയാണ് വളരെ മോശമായിട്ട് ഒരു ലീഗ് പ്രവർത്തകൻ സംസാരിച്ചത്. അത് ലോകം മുഴുവൻ കേട്ടതാണ്. ലീഗ് പ്രവർത്തകനാണ്. അല്ല, അതിന്റെ നടപടി അപ്പൊ തന്നെ ഉണ്ടായില്ലേ? അയാളെ പുറത്താക്കിയില്ലേ? ഏത് ഘടകത്തിലാണുള്ളത്? അയാൾ പുതിയ കടവ് മുസ്ലിം ലീഗ് യൂണിറ്റിലെ 66-ാം ഡിവിഷനിലെ മുസ്ലിം ലീഗിന്റെ മെമ്പറാണ്. അദ്ദേഹം നിങ്ങളോട് പറഞ്ഞോ? ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇന്ന്. ഞാൻ പറയുന്നു അദ്ദേഹം മുസ്ലിം ലീഗിൽ മെമ്പറാണ്. പുതിയ കടവ് എന്ന് പറയുന്ന 66-ാം ഡിവിഷനിലാണ് അയാൾക്ക് മെമ്പർഷിപ്പ്. അതുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്. അദ്ദേഹത്തിന് ആധികാരികമായി അതൊക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ലീഗിന്റെ മെമ്പറല്ല, അദ്ദേഹം ഒരു അനുഭാവി പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എപ്പോഴും കടന്നു വരാനുള്ള സ്വാധീനമുണ്ട്. അതാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അല്ലാതെ അദ്ദേഹം മെമ്പർ അല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. നിങ്ങൾ 66-ാം ഡിവിഷൻ ആയിരിക്കാം. എത്ര മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരുപാട് കേസിൽ പ്രതികളുണ്ട്. ഇതിപ്പോ ജിജോ 66-ാം ഡിവിഷൻ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നു. ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്.
ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ആ ഈ പിഴവുകൾ ചന്ദ്രിക ഡയറക്ടർ വരുത്തി വെച്ചതാണ് എന്ന് മുസ്ലിം ലീഗോ ചന്ദ്രിക ഡയറക്ടർ ബോർഡോ വിശ്വസിക്കുന്നില്ല. കമ്പനികൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അത് നിങ്ങൾ പ്രതിനിധീകരിച്ച പത്രത്തിന് ഉണ്ടായിട്ടില്ലേ ഈ കോവിഡ് കാലത്ത്? മറ്റൊരുപാട് പത്രങ്ങൾക്ക് ഏത് പത്രത്തിനാ ഏത് മാധ്യമത്തിനാ ഈ കോവിഡ് കാലത്ത് പ്രതിസന്ധി ഇല്ലാത്തത്? കേരളത്തിൽ ഒരുപാട് പത്രങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ജനയുഗം ഇപ്പോഴുണ്ടോ? വീക്ഷണം വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ പത്രങ്ങൾ അതൊക്കെ ഈ ഞങ്ങളെ ഫൈനാൻസ് ഡയറക്ടർ പോയി പൂട്ടിച്ചാണോ? ആ പത്രത്തിന് സ്ഥാപനങ്ങൾ ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങളെ ഗൾഫ് സുഹൃത്തുക്കളൊക്കെ വന്ന് തുടങ്ങിയ ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന പോലെയല്ല. ഒരാൾ ഉദ്ദേശിക്കുന്ന പോലെ ചോദിക്കുമ്പോൾ പൈസ കിട്ടാതിരുന്നാൽ അതിന് കാരണങ്ങൾ കണ്ടെത്തുന്നത് ഞങ്ങൾ ഉത്തരവാദികളല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗുമാണ്. ആ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ പരിരക്ഷയുണ്ടല്ലോ. വലിയ കാര്യം എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തെ ആ പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ. ഒരു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഒരു മാസത്തേക്ക് ചുമതലപ്പെടുത്തിയ ഒരാൾ ആ പത്രസ്ഥാപനത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശമാണ്. അതിന്റെ അർത്ഥം പത്രസമ്മേളനത്തിൽ വരാനാണോ? അല്ലെങ്കിൽ ജേർണലിസ്റ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണോ? അയാൾക്ക് കൊടുത്ത ജോലി അദ്ദേഹം ചെയ്യണം. അതിനപ്പുറത്തേക്കുള്ള ജോലികൾ ചെയ്യുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ സമ്മതം വാങ്ങണം. അതല്ലേ? ഓ ഇവിടെ പറഞ്ഞ പോലെ വ്യക്തമായി എഴുതി ഒപ്പിട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ബാധ്യത തീർക്കാൻ ഒരു മാസത്തിനകം ബാധ്യത തീർക്കാൻ ഇദ്ദേഹത്തെ ഫൈനാൻസ് ഡയറക്ടറുമായും മാനേജ്മെന്റുമായും ചർച്ച ചെയ്തു. ഇത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തു. അതിന്റെ അർത്ഥം ചന്ദ്രയുമായി ബന്ധപ്പെട്ട എല്ലാ പത്രസമ്മേളനവും ഉണ്ട്. ഇല്ല, അദ്ദേഹം നടത്തിക്കൊണ്ട് ഞങ്ങൾ എതിർക്കുന്നില്ല. അദ്ദേഹം ആ ബാധ്യത തീർക്കാൻ ശ്രമിക്കട്ടെ. എല്ലാ പിന്തുണയും പാർട്ടി കൊടുക്കും. അതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. ഇത് പുറത്തു വന്ന് പത്രക്കാരോട് പറയുന്നതിലേ ഞങ്ങൾക്ക് പാർട്ടി അച്ചടക്കലെങ്കിലും വരുന്നുള്ളൂ. അത് നല്ല കാര്യമല്ലേ? സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു പറയാനെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? അതിലെന്തെങ്കിലും നിങ്ങൾ നെഗറ്റീവായി കാണുന്നു? പുറത്തു പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നല്ല, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഷാജി പറഞ്ഞത്. അങ്ങാടി പോയി പറയുന്നു എന്നല്ല. മുഴുവൻ വായിക്കണ്ടേ? വായിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് റാഫിയെ തിരിച്ചെടുക്കണമെന്നാണോ? പെട്ടെന്ന് അതുണ്ടാവും, അതൊക്കെ ഉണ്ടാവും നടപടികൾ. പാർട്ടിയിൽ ആരെയും വിശ്വസിച്ച് ചന്ദ്രികയിലേക്ക് വിടാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ മൊയ്നലി തങ്ങളെ മകനെ തന്നെ നമ്മൾ അയക്കേണ്ടി? പാർട്ടിയിലുള്ളവർക്കൊക്കെ പാർട്ടിയുടെ ജോലിയിലെ ഉത്തരവാദിത്വം ധാരാളമില്ലേ? പുതിയ ജോലി കാര്യമായ ഉത്തരവാദിത്തങ്ങളും ജോലിയില്ലാത്ത ഒരാൾ ശ്രദ്ധിച്ചോളും സത്യസന്ധമായി എന്നുള്ള വിശ്വാസത്തിൽ അയച്ചതാണ്. PMA സമീർ അതാരാ? ഓ സമീർ. അദ്ദേഹം ഒരു പഴയകാല മുസ്ലിം ലീഗിന്റെ ഉന്നതനായ ഒരു നേതാവ് വാഴിയൂർ അദ്ദേഹത്തിന്റെ പുത്രനാണ്.
എന്നാൽ ആരോ ചോദിച്ചു PM ഓഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളതാണോ ഡൽഹിയിൽ? ഒറ്റൊന്നും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ ഒക്കെ. അദ്ദേഹം പിന്തിരിഞ്ഞ് പോയില്ലേ? അല്ല, നടപടിയാ ഞങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? അല്ലല്ല, ജലീൽ സാഹിബ്, ഞങ്ങൾ ആരെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാളെ പുറത്താക്കാനോ ഒരാളെ അകത്താക്കാനോ വരാറുണ്ടോ? അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷം ചേരാറുണ്ടോ? അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഞങ്ങളെ പാർട്ടിനെ വെറുതെ വിട്ടൂടെ? അയാൾക്ക് വേറെ പാർട്ടി ഇല്ല, അയാൾ എന്ത് ചെയ്യാനാ? 10-25 കൊല്ലം അയാളെ വരാന്തിയില്ല, ഒന്നുകൂടെ കയറ്റിയിരുത്തി കൂടെ അവർക്ക്. ഇത്രത്തോളം ഡ്യൂട്ടി ചെയ്തിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം ജനയിൽപ്പില്ലാതായിരിക്കുന്നു. തൽക്കാലം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുത്ത് അധികാരത്തിൽ കയറിയിട്ടുണ്ട്. ആ കള്ളത്തരം ഈ സമുദായങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള കുറുക്ക് വഴികൾ ആലോചിച്ച് ഈ കുട്ടിയെ പാവം ഏൽപ്പിച്ചാണ്. മറ്റെല്ലാ കാര്യത്തിലും പരാജയപ്പെട്ട പോലെ ഈ കാര്യത്തിലും അദ്ദേഹം ദയനീയ പരാജയമായിരുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ലോകായുക്ത പറഞ്ഞതും കേരള ഹൈക്കോടതി പറഞ്ഞതും ഒക്കെ ഇയാൾ പറ്റൂല എന്നല്ലേ? ഞങ്ങളെന്ത് പറയാനാ? സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടില്ല. സാമ്പത്തിക വിഷമത മറ്റെല്ലാ പത്രങ്ങൾക്കും, ദേശാഭിമാനിക്കും, മാധ്യമത്തിനും എല്ലാത്തിനും ഉണ്ടായതുപോലെ ഇതിനും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ വീക്ഷണം പത്രം പൂട്ടിയത് കൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് ദോഷം വന്നു, ജനയുഗം പൂട്ടിയത് കൊണ്ട് CPIക്ക് പ്രതിച്ഛായക്ക് ദോഷം വന്നു. എന്നാൽ ലീഗിന് മാത്രം ഇത്രയും പൂട്ടാൻ ഒരു കാലത്തും പൂട്ടാത്ത ഒരു പത്രം കേരളത്തിലുണ്ടെങ്കിൽ ചന്ദ്രിക മാത്രമാണ്. 86 കൊല്ലായി നിലനിൽക്കുന്നു. അതിനിയും പൂട്ടൂല, ഞങ്ങൾ പൂട്ടാതെ കൊണ്ടുപോകും. അത് പൂട്ടിക്കാൻ അകത്തുള്ള ചില ജീവനക്കാരും പുറത്തുള്ള ചില രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നുണ്ട്. വീഴൂല മുസ്ലിം ലീഗ്. അത് നടപടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ മുൻകൂറായി ഒന്നും പറയില്ല. നടപടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോ അന്നത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു കോലാഹലം? ഇന്നലത്തെ യോഗത്തോട് കൂടി അത് തീർന്നപ്പോൾ പെട്ടെന്ന് പകച്ചുപോയി. അപ്പൊ രാവിലെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് ഇങ്ങോട്ട് വന്നു. മജീദ് സാഹിബ് അവിടെ പത്രസമ്മേളനം നടത്തി. മജീദ് സാഹിബ് ഇവിടെ പറഞ്ഞു, ഷാജി 2 തവണ. ഏത് വാർത്തകൾ? ഇന്നലത്തെ ഉന്നതാധികാര സമിതിയിലെ തീരുമാനങ്ങളും അവിടെ സംഭവിച്ചതും ഒക്കെ അവിടെ തന്നെ നിങ്ങളെ പ്രതിനിധികൾ, ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞെടുത്ത് വെച്ച് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ET മുഹമ്മദ് ബഷീറും കൂട്ടത്തിൽ ഞാനും പറഞ്ഞു തീർത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കൊണ്ടേയിരിക്കാം. എന്തും ചർച്ച ചെയ്യും. മുസ്ലിം ലീഗിന്റെ അകത്ത് എന്തും ചർച്ച ചെയ്യും. ഈ അജണ്ടയിൽ ഞങ്ങൾ വെക്കുന്നതും അല്ലാത്ത ആളുകൾക്ക് തോന്നുന്നതുമായ എല്ലാ പ്രശ്നങ്ങളും, ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും ചന്ദ്രയിൽ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാറുണ്ട്. എല്ലാം ചർച്ച ചെയ്ത് സദ്ദാം ഹുസൈന്റെ കാലത്ത് ഇറാഖ് ചർച്ച ചെയ്തിരുന്നു. കോഴിക്കോട് ലീഗ് ഹൗസ്. അതിനി ഇപ്പൊ തന്നെ മാറ്റി എഴുതാൻ നിൽക്കണ്ട. 14 എന്നുള്ളത് 15 or 16 ആവാനുള്ള ചെറിയ സാധ്യതയുണ്ട്. കാരണം പാർലമെന്റ് തീരുന്നത് 13-നാണ്. ഈ 10 അംഗ സമിതിയുണ്ട്. ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനാണ് ഇപ്പൊ ഹെഡ് ചെയ്യുന്നത്. അത് 14-ാം തീയതി മാറ്റിവെച്ചു. നീ അന്ന് എഴുതാൻ നിൽക്കണ്ട. മാറ്റാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. ഒന്ന് അസംബ്ലി കഴിയുന്ന ഒറ്റ മിനിറ്റ്. അസംബ്ലി കഴിയുന്ന നിങ്ങൾ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പിന്തുണച്ച് നിങ്ങൾ എഴുതിയോണ്ട് എൻ്റെ ഗ്രേഡ് എത്ര പൊങ്ങിയെന്നറിയോ? എന്ത് സഹായങ്ങൾ ചെയ്തതെന്ന്. എന്റെ മുസ്ലിം അല്ലാതെ താവൂല.
താവൂല. അവിടെ ആ റെഡി സ്റ്റഡിയിൽ നിൽക്കും. ഇത് ഉയർന്നു എന്ന് പറയുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടിയാണ്, ഇവരുടെ ഒക്കെ കൂടെ തന്നെയാണ്. യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു, താങ്കൾ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്നതാണ് വാർത്ത വന്നത്. അത് ക്ലിയർ കട്ടായി പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്തിട്ടില്ല അല്ല, ഈ വാർത്ത എഴുതിയ ആൾ ഇവിടെ ഉണ്ടാവും. എന്നാ എല്ലാവരും പറഞ്ഞിട്ടില്ല, പറഞ്ഞ ചാനൽ എനിക്കറിയാം, പേര് പറഞ്ഞില്ലായിരുന്നു. അദ്ദേഹത്തോടൊന്ന് ചോദിക്കും എവിടുന്ന് അദ്ദേഹത്തിന് ഈ വാർത്ത കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ചോദ്യം തന്നാണെങ്കിൽ അവരെ കൊടുത്ത് നിർത്തി 8 മണിയുടെ 9 മണിയുടെ ഏത് ഡിബേറ്റിനും അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ തയ്യാറാണ്. അപ്പൊ സത്യം പറഞ്ഞതിന് പേടിക്കണം? ഞാൻ പേടിക്കുന്നില്ലല്ലോ. അത് സെക്രട്ടറി എന്നുള്ളതൊക്കെ ഞാൻ സ്വാഗതം പറയും. അല്ല, തെറ്റി. ആദ്യത്തെ 1 2 ശരി, പിന്നെ തെറ്റാണ്. ആരാണ് നിങ്ങൾ പറഞ്ഞോ? നിനക്കല്ലേ എന്നെക്കാൾ കൂടുതൽ പേരോ?